ഇന്ന് പല ടൈപ്പ് ഇടയന്മാരെ കുറിച്ചുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. 3 ടൈപ്പ് ഇടയന്മാരെ കുറിച്ച് ഇന്നത്തെ വചനം പറയുകയാണ്. ഒന്ന്, കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സംഘടനയിൽ, രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരം ഇടയന്മാരുണ്ട്. ഇവരുടെ പ്രത്യേകത ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്ന് മറ്റൊരാശയത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ആലയിൽ നിന്ന് മറ്റൊരാലയിലേക്ക്, ഒരു പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടിയിലേക്ക്, ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ കത്തോലിക്കരിൽ നിന്ന് പ്രൊട്ടസ്റ്റൻറ്റിലേക്ക്, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മോഷ്ടിക്കാനും കൊല്ലാനും വേണ്ടിയുള്ള ഇടയന്മാർ ഉണ്ട്. കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരാൾ ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിലേക്ക് ബാക്കിയുള്ളവരൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള തത്രപ്പാടും പെടാപ്പാടും ഒക്കെ പെടുന്നത്. അത് കുടുംബത്തിൽ മാത്രമല്ല, സഭയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, സംഘടനകളിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ. രണ്ടാമത്തെ ടൈപ്പ് ഇടയന്മാർ കൂലിക്കാരായ ഇടയന്മാരാണ്. അവർ ഇടയദൗത്യം നിർവഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയാണ്. സ്ഥാനമാനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ കയ്യടിക്ക് വേണ്ടി, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇടയദൗത്യം നിർവഹിക്കുക. മൂന്നാമത്തെ ഒരു വിഭാഗം നല്ല ഇടയന്മാരെ കുറിച്ചാണ് ഈശോ അവതരിപ്പിക്കുക. നല്ല ഇടയൻ എപ്രകാരമായിരിക്കണം എന്ന് ചോദിച്ചാൽ, പൊതുവെ നമ്മൾ ഇടയന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തരണം, എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കൂടെ ആയിരിക്കണം, നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കണം, കൊച്ചുവർത്താനം പറഞ്ഞ് നടക്കണം, അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഇടയന്മാരിൽ നിന്ന്. പക്ഷേ ഈശോ നല്ല ഇടയനെന്ന് വിശേഷിപ്പിക്കുന്നത് കൊച്ചുവർത്താനം പറഞ്ഞ് ഹായ് ഹൂയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വാതിലായി മാറുന്നവനാണ് നല്ല ഇടയനെന്നുള്ളത്. നമ്മൾ വികാരിയച്ഛന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നെ, നമ്മളോട് സ്നേഹിക്കണം, നമ്മളെ കൊഞ്ചിക്കണം, നമ്മളെ ലാളിക്കണം, നമ്മുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കരുത്. ഇതൊക്കെയാണ് ഇടയന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ ഈശോ പറയുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വാതിലായി മാറുന്നവനാണ് നല്ല ഇടയൻ. കാരണം ആടുകളുടെ സുരക്ഷ അവൻ്റെ ബൗദ്ധികമായ, ശാരീരികമായ സുരക്ഷകൾ ഒരുക്കി കൊടുക്കുന്നവനാണ്. വിശ്വാസത്തിൻ്റെ സുരക്ഷ അത് കൊടുക്കുന്നവനാണ്, വാതിലാണ് ഇടയൻ എന്ന്. അന്നത്തെ സാഹചര്യം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഗുഹയിൽ ആടുകളെ ആക്കി കഴിയുമ്പോൾ ഗുഹയ്ക്ക് പ്രത്യേക വാതിലൊന്നും ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇടയൻ ഈ ഗുഹയുടെ വട്ടം കിടക്കും. കാരണം ഏതെങ്കിലും ഒരാട് ഈ ഗുഹ വിട്ട് ചാടിപ്പോയാൽ ഇടയൻ അറിയണം. ഒപ്പം തന്നെ ഈ ഗുഹയിലേക്ക് ഏതെങ്കിലും കള്ളന്മാരോ കവർച്ചക്കാരോ ചെന്നായിയോ ഒക്കെ വരുമ്പോൾ ആ ഇടയൻ അറിയണം. കാരണം ഇടയനെ ആക്രമിച്ചിട്ട് ആടുകളെ ആക്രമിക്കാൻ പറ്റുള്ളൂ. മുന്നേ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നവനാണ് നല്ല ഇടയൻ. മുൻപേ പറക്കുന്ന പക്ഷി എന്നൊരു സങ്കല്പം മലയാള സാഹിത്യത്തിലുണ്ട്. മുൻപേ പറക്കുന്ന പക്ഷി എന്ന് വെച്ചാൽ ദേശാടന കിളികൾ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അതിന് ആ ഗ്രൂപ്പിൻ്റെ മുമ്പേ ഒരു പക്ഷി പോകും. കാരണം ഈ പക്ഷി പോകുമ്പോൾ ഇലക്ട്രിക് ലൈനുകൾ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മുമ്പേ പോകുന്ന പക്ഷിയാണ് അപകടമുണ്ടാകുക. ആ പക്ഷിക്ക് അപകടമുണ്ടാകുന്നതോടുകൂടി ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാവുകയും അവർ പിൻവാങ്ങുകയും ചെയ്യും. എന്നിട്ടോ ഈ
ദേശാടനക്കിളികളെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. അവർ പറന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിലാകുമ്പോൾ ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ശിഖരം അവരൊഴിച്ചിടും. ആ ഒരു ശിഖരത്തിൽ ആരും താമസിക്കില്ല. കാരണം ഈ ദേശാടനത്തിനിടയ്ക്ക് മുമ്പേ പറക്കുന്ന 1, 2, 3 പക്ഷികൾ ചത്തിട്ടുണ്ടാകും. ആ ചത്ത പക്ഷികളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ദേശാടനക്കിളികൾ ഈ ഒരു ചില്ല ഒഴിച്ചിടുക. നല്ല ഇടയന് വേണ്ടിയിട്ട്, നല്ല ഇടയൻ വാതിലായി മാറേണ്ടവനാണ്. അങ്ങനെയുള്ള ഇടയന്മാരെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിടം മാറ്റിവെക്കേണ്ടതുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ആടുകളെന്നുള്ള നിലയിൽ നല്ല ഇടയന്മാരെ തിരിച്ചറിയാനും, നമ്മൾ ഓരോരുത്തരും ഇടയന്മാരെന്നുള്ള നിലയിൽ ആടുകളുടെ വാതിലായി ജീവിക്കാനുമൊക്കെയുള്ള കൃപയാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.